ADGP അജിത് കുമാറിനെതിരെ ഉയർന്ന അൻവറിന്റെ ആരോപണങ്ങളിൽ DGP കേരള സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. ADGP അജിത് കുമാറിനെതിരെ ഉയർന്നിട്ടുള്ള ഒന്നിലധികം ആരോപണങ്ങൾ അന്വേഷിച്ച് DGP S ദർബേഷ് സാഹിബ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് വിശദമായ റിപ്പോർട്ട് ശനിയാഴ്ച സമർപ്പിച്ചു. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ റിപ്പോർട്ട് അവലോകനം ചെയ്യുമെന്നാണ് കരുതുന്നത്. അജിത് കുമാറിനെതിരെ നിലമ്പൂർ MLA PV അൻവറിന്റെ ആരോപണത്തെ തുടർന്ന് കേരള സർക്കാരും പോലീസും പ്രതിരോധത്തിലാണ്. തൃശൂർ പൂരം തടസ്സപ്പെടുത്തിയതിൽ അജിത് കുമാറിന് പങ്കുണ്ടെന്ന അവകാശവാദം, സ്വർണ്ണക്കടത്ത് പ്രവർത്തനങ്ങളുമായുള്ള ബന്ധം, കൊലക്കേസുകളുമായുള്ള ബന്ധം തുടങ്ങി 10ഓളം ആരോപണങ്ങളായിരുന്നു അൻവർ ഉന്നയിച്ചത്. മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഫോണുകൾ അനധികൃതമായി ചോർത്താൻ അജിത് കുമാർ സൈബർ സെല്ലിനെ ദുരുപയോഗം ചെയ്തുവെന്നും ഇതിനായി പ്രത്യേകമായ ഒരു IPS ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയെന്നും MLA ആരോപിച്ചു. DGP ദർവേഷ് സാഹിബ്, IG സ്പർജൻ കുമാർ, DIG തോംസൺ ജോസഫ്, SP മാരായ മധുസൂദനൻ, ഷാനവാസ് എന്നിവരടങ്ങുന്ന 5 മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘമാണ് അന്വേഷണം നടത്തിയത്. അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. ADGP വിശേഷിപ്പിച്ച ആശയവിനിമയം വ്യക്തിപരവും സൗഹൃദപരവുമായ കൂടിക്കാഴ്ചയാണ് എന്നാണ്. റിദാൻ കൊലപാതകം, മാമിയെ കാണാതായത് തുടങ്ങിയ കേസുകളുടെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിൽ അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി. DGPയുടെ റിപ്പോർട്ടിന് ശേഷം അജിത് കുമാറിനെതിരെ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സെപ്റ്റംബറിൽ കോട്ടയത്ത് നടന്ന പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഉയർന്ന ആശങ്കകൾ ഗൗരവകരമായി കൈകാര്യം ചെയ്യുമെന്നും പോലീസ് സേനയിലെ അച്ചടക്ക ലംഘനം വെച്ചുപൊറുപ്പിക്കില്ലെന്നും പറഞ്ഞു. സർക്കാർ എല്ലായ്പ്പോഴും പ്രശ്നങ്ങളെ അവയുടെ ഉറവിടം പരിഗണിക്കാതെ മെറിറ്റിനെ അടിസ്ഥാനമാക്കി വിലയിരുത്തുമെന്നായിരുന്നു പിണറായി വിജയന്റെ അവകാശവാദം. അതിനിടെ ശബരിമല തീർത്ഥാടന മുന്നൊരുക്കങ്ങൾ കേന്ദ്രീകരിച്ച് അടുത്തിടെ നടന്ന അവലോകന യോഗത്തിൽ ADGP അജിത് കുമാറിനെ പങ്കെടുപ്പിക്കാത്തത് ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ യോഗത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGPയും ശബരിമല കോർഡിനേറ്ററുമായ അജിത് കുമാറിനെ ഉൾപ്പെടുത്തിയതേയില്ല. ഉയരുന്ന വിവാദങ്ങളെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിന് നിർദ്ദേശം നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ ആശയവിനിമയത്തിൽ കാര്യമായ ആശങ്കകൾ കണ്ടെത്തി. 3 പ്രധാന സംശയങ്ങളാണ് സംസ്ഥാന പോലീസ് മേധാവി ഉയർത്തുന്നത്. ഒന്നാമതായി, DGP പട്ടികയിൽ ഇടം നേടാനാണോ യോഗം ഉദ്ദേശിച്ചതെന്ന് അഭ്യൂഹമുണ്ട്. രണ്ടാമതായി, തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടാനുള്ള ശ്രമമായിരുന്നു എന്ന ചോദ്യങ്ങളും ഉയരുന്നു. അവസാനമായി, കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെ രാഷ്ട്രീയ പ്രേരണകളെക്കുറിച്ചും സംശയമുണ്ട്.